നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നഗ്മാൽ ഫൂട്ടിയ കഴിഞ്ഞ ദിവസം FC ഗോവയുടെ കോട്ടകൊത്തളങ്ങളെ മുഴുവൻ നിശബ്ദമാക്കിക്കൊണ്ട് സുനിൽ ഛേത്രിയുടെ അസാമാന്യ ഡോൾഫിൻ ഡൈവിംഗ് ഹെഡറിനുള്ള അസിസ്റ്റ് നൽകിയ നഗ്മാൽ ഫൂട്ടിയ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡീൽ ഉറപ്പിച്ചു വെച്ച താരമായിരുന്നു. ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വളരെ വലിയൊരു ഫീറ്റ് റേസ് നടത്തി രണ്ടാളും നഗ്മാൽ ഫൂട്ടിയെ പൊക്കിയില്ല എന്ന അവസ്ഥയിൽ വരെ എത്തിയതാണ്. നമ്മൾ അടുത്ത സീസണിലാകുമ്പോൾ ബൂട്ടിയെ നമ്മളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അതേ നഗ്മാൽ ബൂട്ടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആളിന് ഇനി അങ്ങോട്ട് കിട്ടുന്ന കാര്യം അത്ര എളുപ്പമല്ല. കാരണം ബംഗളൂരു FC പകരക്കാരുടെ ബെഞ്ചിൽ പോലും ഇടമില്ലാതിരുന്ന ഒരു താരമായിരുന്നു നഗ്മാൽ. അതെല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം റിസർവിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ തൂക്കും എന്നുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പൂജാരിയുടെ ഒരൊറ്റ പൂജാരിക്ക് ഇഞ്ചുറി വന്നതോടുകൂടി ആ ഒരു സ്ഥാനത്തേക്ക് നഗ്മാലിനെ പരീക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് BFC നിർബന്ധിതരാകുന്നു. പിന്നീട് പകരക്കാരനായി വന്നവൻ പകരം വെക്കാൻ ആളില്ലാത്തവനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ പൂജാരിയെ കവച്ചു വെക്കുന്ന പ്രകടനം നഗ്മാൽ അവിടെ കാഴ്ചവെച്ചു. FC ഗോവയ്ക്കെതിരെയുള്ള സെമി ഫൈനലിന്റെ 2 പാദങ്ങളിലുമായിട്ട് 2 മികച്ച അസിസ്റ്റുകൾ അദ്ദേഹം ഒരുക്കി നൽകി. അങ്ങനെ ബംഗളൂരുവിന്റെ ഫൈനൽ പ്രവേശനത്തിന് നിർണായക സാന്നിധ്യമായി മാറിയ താരമായ നഗ്മാൽ ബൂട്ടിയ ഇനി ബൂട്ടിയെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന കാര്യം ഏറെക്കുറെ അസാധ്യമായി എന്ന് തന്നെ പറയാം. ബ്ലാസ്റ്റേഴ്സ് ആ റേസ് അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇനി ബൂട്ടിയെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല.